ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 33 പോവുകയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ കഥ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സംഘർഷാവസ്ഥയിലാണ്. ഇതൊക്കെ ഒന്ന് മറികടക്കണ്ടേ അല്ലേ? നയനയ്ക്ക് അവളുടെ നിരപരാധിത്വം എന്ന് പറയുമ്പോൾ അവൾ ചെയ്തത് തെറ്റ് തന്നെ. അതൊക്കെ ഒന്ന് തെളിയിച്ചും അല്ലെങ്കിൽ അത് നമ്മളെ മനസ്സിലേക്കും അവരുടെ മനസ്സിലേക്കും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കിയെടുക്കാനുണ്ട്. കുറച്ച് പാടാണല്ലോ. എന്തായാലും എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഞാനെല്ലാം അപ്പച്ചനോട് പറഞ്ഞു. അർജുനേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇറങ്ങി. അവനെ മാത്രം അന്ധകാരത്തിലേക്ക് തള്ളിയിട്ട് അത് കണ്ട് രസിച്ച് ഉറക്കെ ചിരിക്കുന്ന ഒരു രാക്ഷസിയുടെ മുഖമായിരുന്നു ആ നേരം അവൻ്റെ മനസ്സിൽ നയനയ്ക്ക്. എടി കൊച്ചേ, നീ ഇതെവിടെ? ഇതാ വരുന്ന അമ്മച്ചി. ത്രേസ്യയുടെ ശബ്ദവും പിന്നെ ഉച്ചത്തിലുള്ള അവളുടെ മറുപടിയും കേട്ട് ഉടനെ ഫോണും കട്ടായി. അർജുൻ ഒരു തുടക്കം കിട്ടാത്തതുപോലെ. ഈ ഒരു ദിവസം മുമ്പിൽ കണ്ടിരുന്നെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല. ഈ വരവിൽ അവളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുമ്പിൽ പോയി പെടാനും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഒരു കാമുകന് ഏറ്റവും കൂടുതൽ വേണ്ടത് ധൈര്യമാണ്. തനിക്ക് അധികമായി ഉള്ളതും ധൈര്യമാണ്. പക്ഷേ പിന്നെന്താ ഇങ്ങനെയൊരു പതർച്ച? അവൻ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്ന് മുടി ചീകി. ട്രോളിൽ നിന്നും കടുനീല ടീഷർട്ടും ട്രാക്ക് സൂട്ടും ധരിച്ചു. അതൊരു ഒറ്റനില ലോഡ്ജാണ്. മുകളിലെ നിലയിലുള്ള മുറിയിൽ ആണവൻ താമസിക്കുന്നത്. മുകളിലെ നീണ്ട വരാന്തയിലേക്ക് ഇറങ്ങിയവൻ താഴേക്ക് നോക്കിയതും കണ്ടു തലമുടി പാതി കഷണ്ടിയായി പഴയതായെന്ന് തോന്നുന്ന ഷർട്ടും മുണ്ടും തോളിൽ ഒരു വെളുത്ത തോർത്തും ധരിച്ച് മെലിഞ്ഞൊരു മനുഷ്യനെ. അയാളുടെ കണ്ണുകൾ ആ ലോഡ്ജിന് ചുറ്റും പരതി. മുഖം ഇടയ്ക്കിടെ ആ തോർത്തുകൊണ്ട് തുടക്കുന്നുമുണ്ട്. ആരോഗ്യത്തിൽ തന്നേക്കാൾ ദുർബലനാണെങ്കിലും അർജുന് കോശിയെ കണ്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നി. ആ നിൽക്കുന്ന മനുഷ്യൻ കനിഞ്ഞാൽ നയന എന്ന സുന്ദരിയെ തനിക്ക് എന്നേക്കുമായി സ്വന്തമാകും. എല്ലാം അദ്ദേഹത്തിൻ്റെ കൃപ പോലെയിരിക്കും. അർജുൻ നന്നായി ശ്വാസം വലിച്ചു വിട്ട് താഴേക്ക് ഇറങ്ങാൻ ഗോവണിയുടെ അരികിലേക്ക് നടന്നു. കോശി ആ ലോഡ്ജിന് മുമ്പിൽ നിർത്തിയിട്ട വാഹനങ്ങളിലേക്കൊക്കെ നോക്കി. ചെറുതും വലുതുമായ പലതരം വാഹനങ്ങൾ അവിടെയുണ്ട്. അതിൽ വില കൂടിയ ഒരു കാർ പ്രത്യേകം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. അർജുൻ കോശിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പടികൾ ഇറങ്ങി വന്നു. ആ പടി ഇറങ്ങി വന്നാൽ പിന്നെ മതിൽ കെട്ടി തിരിച്ചിട്ടില്ലാത്തൊരു കോമ്പൗണ്ടാണ്. കോശി അപ്പോഴേക്കും അർജുനെ കണ്ടിട്ടില്ല. കോശി റിസപ്ഷനിലേക്ക് പോവാനുള്ള തീരുമാനത്തിലാണ്. അപ്പച്ച, പിറകിൽ നിന്ന് അർജുൻ വിളിച്ചതും കോശിയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഒത്ത ഉയരവും തടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. തിളങ്ങുന്ന ദൃഢതയുള്ള മുഖത്ത് ഏറ്റവും ആകർഷകം ആ കണ്ണുകളാണ്. അർജുൻ അവൻ്റെ ഇരു കൈകൾ കോർത്ത് മുറുകെ പിടിച്ചു നിന്നു. പക്ഷെ ആ നോട്ടം മിഴികളിൽ നിന്നും മാറ്റിയതേയില്ല. നീയാണോ അർജുൻ? കോശി വേഗതയിൽ നടന്നു അവൻ്റെ അടുത്തെത്തി അവൻ്റെ നേർക്ക് നേരെ നോക്കി നിന്നു. അർജുൻ പതിയെ അതേ എന്ന് തലയാട്ടിയതും കോശി കൈ നീട്ടി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അർജുൻ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് അവനിൽ ഞെട്ടലും വേദനയും ഉണ്ടാക്കി. കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി. നിനക്ക് പിഴപ്പിക്കാൻ എൻ്റെ മകളെ കിട്ടിയുള്ളോടാ. കരാർ വെച്ച് കൂടെ താമസിപ്പിക്കാൻ ആ പാവം പെണ്ണെന്താടാ നിൻ്റെ കളിപ്പാവയോ? എന്ത് തെറ്റാണ് ഞാനും എൻ്റെ മോള് നിന്നോട് ചെയ്തത്? എൻ്റെ മോളെ ചതിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും. ഇനി ജീവിതത്തിൽ ആയുസ് എത്ര ബാക്കിയുണ്ടെന്നറിയില്ല. ശിഷ്ടകാലം തടവിലായി പോകുമെന്നറിയാം. എന്നാലും നിന്നെ ഞാൻ കൊന്നിരിക്കും. കോശി അവൻ്റെ ടീഷർട്ട് നെഞ്ചിൽ നിന്നും കുത്തിപ്പിടിച്ചു വലിച്ചു. അർജുനാകെ ഭയന്ന് വിളറി. അവന് കിട്ടിയ അടിയുടെ ശബ്ദം കേട്ട് തന്നെ കുറേ പേരുടെ തലയെത്തി നോക്കുന്നുണ്ട്. കണ്ടവർ വിവരമറിയിച്ചു വന്നവർ കൂടി ആയപ്പോൾ ആളുകളുടെ എണ്ണമേറി. അവർ അവിടെ ചുറ്റിക്കൂടി നിൽക്കാൻ തുടങ്ങി. അപ്പച്ചൻ എൻ്റെ കൂടെ വാ. ഞാൻ പറയുന്നത് കേൾക്ക്. എൻ്റെ കൂടെ വാ, ഞാൻ പറയാം. ഞാനെല്ലാം പറയാം. ആ നിൽക്കുന്നവരൊക്കെയും അപരിചിതരാണെങ്കിലും കൂടെയും അർജുൻ അഭിമാനക്ഷതമേറ്റതുപോലെ മനസ്സ് തകർന്നു. അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് അപ്പച്ചനോട് അവൻ ആവും വിധം കെഞ്ചി. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കണ്ണുകൾ അവരുടെ മന്ത്രിക്കൽ, അതാണ് അവനെ അസ്വസ്ഥനാക്കുന്നത്. അതുമാത്രമല്ല, കാര്യങ്ങൾ വിവേകത്തോടെ സമീപിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായ സാഹചര്യമാണിത്. അർജുൻ പിന്നെയൊന്നും നോക്കിയില്ല. തൻ്റെ അപ്പനാണ് തൻ്റെ പ്രിയപ്പെട്ട നയനയുടെ അപ്പച്ചൻ. അവൻ അയാളുടെ കൈകൾ മുറുകെ പിടിച്ച് തോളോട് ചേർത്ത് അവൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു. ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ട് കോശി അവൻ്റെ മുഖത്തേക്ക് മെയ്കൾ ഉയർത്തി നോക്കി.
കോശിയെ സീറ്റിലിരുത്തി ഡോറടിച്ച് അവനൊന്ന് ശ്വാസം ഊതി വിട്ടു. അവൻ കാറിൻ്റെ മുൻവശത്തിലൂടെ ഓടി ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു. അപ്പച്ചൻ വല്ലതും കഴിച്ചതാണോ? കോശി വീണ്ടും മൗനത്തിലായി. കാട് കയറിയ ചിന്തകൾ അയാളുടെ തല പെരുപ്പിക്കുന്നു. മുഖത്തെ ഭാവം എന്താണ് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും ആ മുഖം നോക്കി ആ മനുഷ്യനോട് അങ്ങനെ ചോദിക്കാനാണ് അർജുൻ ആ നിമിഷം തോന്നിയത്. ആർക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു പാവം അപ്പച്ചൻ, നയന എന്ന പവിഴമുത്തിന് ജന്മം നൽകിയവൻ, ഈ അവസ്ഥയിൽ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. താനാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇതിനേക്കാൾ ശൗര്യത്തോടെ പെരുമാറുമായിരുന്നു. പക്ഷെ നയന, അവളെ താൻ ചതിച്ചിട്ടില്ലല്ലോ, സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണല്ലോ പലതും ചെയ്തത്. അർജുൻ അവൻ്റെ മനസാക്ഷി കോടതിയിൽ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. അർജുൻ്റെ ചോദ്യം കോശി കേട്ടില്ലയോ എന്നൊരു സംശയമായി പിന്നെ അവന്. അവൻ ആളുകൾ അധികമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ കാർ നിർത്തി. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് മാത്രമല്ല, അകത്തും ആളുകൾ കുറവായിരുന്നു. അർജുൻ കാറിൽ നിന്നിറങ്ങാൻ നേരം കോശിയെ നോക്കി. എവിടെയാ കാർ നിർത്തിയതെന്ന് അറിയാൻ വേണ്ടി പോലും അയാൾ തല ഉയർത്തി നോക്കിയില്ല. അപ്പച്ചൻ ഇറങ്ങ്. ഒരു മകൻ്റെ കരുതലോടെ അവൻ ആ മനുഷ്യനെ കാറിൽ നിന്നിറക്കി റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. റെസ്റ്റോറൻറ്റ് കോർണറിലെ ഒഴിഞ്ഞ സീറ്റിൽ കോശിയെ കൊണ്ടിരുത്തി. ആ നാട്ടിലെ വലിയ റെസ്റ്റോറൻറ്റ് അതാണ്. കോശി മുഖമുയർത്തി അവനെ നോക്കി. പേമാരിയൊക്കെ വിട്ടൊഴിഞ്ഞു. ആ മനസ്സിപ്പോൾ തണുത്തിട്ടുണ്ട്. അവൻ പറയുന്നത് കേൾക്കാൻ പാകത്തിൽ തയ്യാറെടുത്തിട്ടുമുണ്ട്. അർജുൻ ആഗ്രഹിച്ചതും അതുതന്നെ. നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പച്ച. തെറ്റെല്ലാം എൻ്റേതായിരുന്നു. എൻ്റെ വാശി, എനിക്കവളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, അതാണ് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അവളൊരു പാവമല്ലേ അപ്പച്ച. എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഞാൻ അവളെ അങ്ങനെയാക്കിയെടുത്തു. പക്ഷേ അവളെ ഞാൻ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ് എല്ലാ അർത്ഥത്തിലും. കുഴഞ്ഞു പോകുന്ന സ്വരം ആ അപ്പച്ചൻ്റെ മുഖത്തെ ദയനീയമായ ഭാവം കാണുമ്പോൾ ഇടറിപ്പോയി. ഇനിയുള്ള കാലമെങ്കിലും സ്നേഹം എന്താണെന്നറിഞ്ഞ് ഞാനൊന്ന് ജീവിച്ചോട്ടെ. അവളാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങളെ പിരിക്കരുത് അപ്പച്ച. അവൾക്കൊപ്പമുള്ള കാലം ഒരുപാട് സ്വപ്നം കണ്ടുപോയി. സ്നേഹം എന്ന ശക്തിയിൽ ആടി ഉലഞ്ഞു അർജുൻ എന്ന മനുഷ്യൻ ആകെ മാറിയിരിക്കുന്നു. അപ്പച്ചൻ്റെ അനുഗ്രഹത്തോടെ നയനയെ എനിക്ക് തരണം. എന്നിട്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും വേണം. നിങ്ങളുടെ സ്നേഹം വേണം. ഒരു കുഞ്ഞിനെ പോലെ സങ്കടം നിറച്ച അർജുൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് കോശി നെഞ്ചിൽ തടവി. ഇനിയും എന്തൊക്കെയോ പറയാൻ മുതിർന്നെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അവൻ തല കുമ്പിട്ടിരുന്നു. അവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലാണ് തീരുക? അപ്പച്ചൻ, ഞാൻ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോശി എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന വിധത്തിൽ അർജുൻ പറഞ്ഞു നിർത്തി. അർജുൻ ആ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ കഴിയാത്തതുപോലെ, മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം. അർജുൻ്റെ അപ്പനും അമ്മച്ചിയും എവിടെ? നീ നയനയെ കല്യാണം കഴിച്ച കാര്യം അവർക്കറിയുമോ? കോശിയിൽ നിന്നും പ്രതീക്ഷിച്ചൊരു ചോദ്യം. അർജുൻ മുഖം ഉയർത്താതെ ഇല്ലെന്ന് തലയാട്ടി. അപ്പം ഞങ്ങളെപ്പോലെ വിഡ്ഢികളാക്കപ്പെട്ട മനുഷ്യർ അങ്ങേ തലക്കലുണ്ട്. ഇപ്പം ആ മുഖത്ത് വന്ന ഭാവം പുച്ഛമായിരുന്നു. ഏതൊരപ്പൻ്റെയും സ്വപ്നങ്ങളെയാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണ നാടകം നടത്തി തകർത്തത്. നിന്റെ അപ്പനും അമ്മയും എവിടെ ഉണ്ടെങ്കിലും അവരെ ഇവിടെ കൊണ്ടുവരണം. നയനയുടെ കാര്യം അവരെ അറിയിച്ചു അവരുടെ സമ്മതത്തോടെ നാടറിഞ്ഞു ഈ ഇടവക പള്ളിയിൽ വെച്ചൊരു മിന്നുകെട്ട് നടത്തണം. എനിക്ക് എൻ്റെ മോളെ ജീവിതം സുരക്ഷിതമാക്കണം. ബാധ്യത ഒഴിപ്പിക്കാൻ കോശി മോളെ കൊണ്ടൊരുത്തനെ കണ്ടെത്തി കൂടെ വിട്ടെന്നും പറഞ്ഞ് നാട്ടുകാർ കളിയാക്കി ചിരിക്കാൻ പാടില്ല. നിറഞ്ഞൊഴുകിയ മിഴികൾ തുളുമ്പി വന്നു ആ കവിളിലൂടെ ഒലിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കിയ 2 ആളുകളാണവർ. എൻ്റെ സന്തോഷത്തിൽ പങ്കുചേർക്കാൻ ആഗ്രഹിക്കാത്തവർ. ചികഞ്ഞന്വേഷിച്ച് എനിക്ക് അവരെക്കുറിച്ച് പറയാനും താല്പര്യമില്ല. നയനയോട് പോലും ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവൾ ചോദിച്ചിട്ടുമില്ല. അപ്പച്ചൻ പറഞ്ഞതുപോലെ ഞാൻ ഈ നാട്ടിലെ നിങ്ങളുടെ പള്ളിയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടാം. അതിന് സാക്ഷിയാവാൻ എൻ്റെ ചെറിയമ്മ ഉണ്ടാകും. ഈ പറഞ്ഞതൊഴിച്ച് ബാക്കി എന്തും അപ്പച്ചന് പറയാം. ഞാൻ അനുസരിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞവസാനിക്കുന്ന ഒരു നേരം ഒരു വെയിറ്റർ പയ്യൻ വന്ന് അവരുടെ അടുത്തെത്തി. അപ്പച്ചന് ജ്യൂസ് പറയട്ടെ. അവൻ അത്രയും പറഞ്ഞു കേട്ട ആകുലതയിൽ ഇരിക്കുന്ന മനുഷ്യൻ സൽക്കാരം സ്വീകരിക്കുന്ന അവസ്ഥയിൽ അല്ലെന്നറിഞ്ഞിട്ടും അർജുൻ ചോദിച്ചു. എന്തോ അവന് അദ്ദേഹത്തോടുള്ള ഭയമെല്ലാം പോയിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ മറുപടിയൊന്നുമില്ല. 2 ആപ്പിൾ ജ്യൂസ്.
2 വിരൽ ഉയർത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞതും ആ വെയിറ്റർ പയ്യൻ പോയി. വീണ്ടും നിശബ്ദതയാണ്. അപ്പനും അമ്മയുമായി വഴക്കിട്ട് പിരിഞ്ഞ് കഴിയുന്ന മകനാണ്. ആരുടെ ഭാഗത്താവും തെറ്റ്? ഇവൻ്റെ സ്വഭാവം കൊണ്ടോ അതോ അവരുടെ സ്വഭാവം കൊണ്ടോ? കോശി വീണ്ടും ആഴത്തിൽ ചിന്തയിലാണ്. അപ്പച്ചനൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വേണമല്ലോ. അതുകൊണ്ട് മൗനമായി ഇരുന്നിട്ട് കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി അക്ഷമയോടെ അർജുൻ ചോദിച്ചു. പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ അർജുൻ. നിന്റെ അപ്പനും അമ്മയും ഇവിടെ വരണം. അവരുടെ സമ്മതത്തിൽ നിന്റെയും നയനയുടെയും കല്യാണം നടക്കണം. കോശി നല്ല പിടിച്ച വാശിയിലാണ്. അപ്പച്ച, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ രീതിയിലും നയന എൻ്റെ ഭാര്യയാണെന്ന്. അതിൻ്റെ അർത്ഥം അപ്പച്ചന് മനസ്സിലായി എന്ന് തോന്നുന്നു. എൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞിട്ടും അപ്പച്ചൻ ഈ വാശിയിൽ തന്നെയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ കൊണ്ടുപോകും അവളെ. കാരണം അവൾ എൻ്റെയാ, ഈ അർജുൻ്റെ. ഒരു ഇടർച്ചയുമില്ലാതെ ആത്മവിശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തി. അർജുൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? കോശിയുടെ ശബ്ദം നന്നേ പതിഞ്ഞു പോയിരുന്നു. എങ്കിലും ഗൗരവം സ്ഫുരിച്ചു നിന്നു. ഒരിക്കലുമില്ല അപ്പച്ച. അപ്പച്ചൻ നിർബന്ധം പിടിക്കുന്ന ഈ കാര്യം സാധിച്ചു തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്കെങ്കിലും ആ അപ്പൻ്റെ മുന്നിൽ ഒരു ഭീരുവായി പോകുന്നു അർജുൻ. എന്തുകൊണ്ട്? സ്വന്തം മകൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്ത എന്ത് തിരക്കാണ് അവർക്ക്? അവർക്ക് അർജുനോടുള്ള വെറുപ്പിൻ്റെ കാരണം എന്താണ്? ശബ്ദമുയർത്തിയുള്ള കോശിയുടെ ചോദ്യത്തിൽ അയാൾ കിതച്ചു പോയിരുന്നു. ജ്യൂസ് കൊണ്ട് ആ പയ്യൻ വരുന്നത് കണ്ടപ്പോൾ ഒന്നൊതുങ്ങി. അവനത് ടേബിളിൽ വെച്ച് പോകുന്ന നേരം അർജുൻ തയ്യാറെടുക്കുകയായിരുന്നു. അവർക്കെന്നോടല്ല, എനിക്ക് അവരോടാണ് വെറുപ്പ്. എൻ്റെ ബാല്യം നശിപ്പിച്ച, എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച 2 ജന്മങ്ങളാണവർ. 2 പേർക്കും വേണ്ടത് പണമായിരുന്നു. കുമിഞ്ഞുകൂടിയ പണം അവരെ അന്ധരാക്കി. പരസ്പരം വഞ്ചിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ദമ്പതികൾ. ബിസിനസ്സിൽ നിന്നും കിട്ടിയ കുറേ വഴിവിട്ട ബന്ധങ്ങളും. പരസ്പരം കെട്ടിപ്പുണർന്ന് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഭാര്യ പോകുന്നത് കണ്ട് നിർവൃതി കൊള്ളുന്ന ഭർത്താവ്. ആ തക്കം നോക്കി അയാളുടെ കാമുകിയെ വീട്ടിലെത്തിക്കും. അങ്ങനെ എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടാണ് അർജുൻ്റെ ബാല്യം കടന്നുപോയത്. മദ്യലഹരിയിൽ ആടിക്കുഴഞ്ഞ് ദേഹത്തോട്ട് ഒട്ടിച്ചേർന്ന ഷോർട്സും ബനിയനും ധരിച്ച് പപ്പയുടെ കൂടെ വന്ന ഒരു സ്ത്രീയെ ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം അവർ എൻ്റെ മമ്മയാകാൻ, പപ്പയെ നല്ലൊരു മനുഷ്യനാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഒരു കളിക്കൂട്ടുകാരൻ പോലുമില്ലാതെ കോടീശ്വരപുത്രൻ ആ വലിയ വീട്ടിൽ ഇരുണ്ട മുറിയിൽ പേടിച്ചു വിറച്ചു കിടന്നു. എൻ്റെ അരികിൽ വന്നിരുന്നു അവർ എനിക്ക് ഭക്ഷണം വാരിത്തന്നു. ഷോപ്പിങ്ങിന് കൊണ്ടുപോയി എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തന്നു. പക്ഷേ മമ്മ, അവർ ഉള്ളിലെ ചെകുത്താൻ്റെ സ്വഭാവം കാണിച്ചു. ആ സ്ത്രീ എന്നിലേക്കും അതുവഴി പപ്പയിലേക്കും അടുക്കാൻ നോക്കുന്നുവെന്ന് മനസ്സിലാക്കിയതും അവരെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അവരെ എന്തോ സെക്സ് റാക്കറ്റിന് കൈമാറിയെന്ന് അമ്മ നടത്തിയ ഒരു ഫോൺ കോളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അവരുടെ തിരോധാനത്തിന് പിന്നിൽ മമ്മയാണെന്നറിഞ്ഞ പപ്പ വീണ്ടും വീട്ടിൽ വഴക്കായി. ആ വഴക്ക് മൂർച്ഛിച്ചു. അത് പിന്നെ പപ്പയുടെയും മമ്മയുടെയും വേർപിരിയലിന് കാരണമായി. കോശി മുഖം ഉയർത്തി ഇമ വെട്ടാതെ ആ പറയുന്നവനെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. തുടരും. അപ്പോൾ അടുത്ത ഭാഗം ഉടനെ കൊണ്ടുവരാം. എല്ലാവരും കാത്തിരിക്കണം. കഥ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു.